friends, welcome to my YouTube channel Kavya Kala Media. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു എക്സ്പ്ലോയിറ്റേഷൻ ബോക്സ് അല്ലെങ്കിൽ ഒരു ലവ് ബോക്സ്, ഒരു ഗിഫ്റ്റ് ബോക്സ് അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഒരു സ്ക്രാപ്പ് ബുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതിൻ്റെ ചില ഐറ്റംസൊക്കെ ഞാൻ ഇവിടെയും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു എക്സ്പ്ലോയിറ്റേഷൻ ബോക്സ് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഒരു എക്സ്പ്ലോയിറ്റേഷൻ ബോക്സ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പ്ലോയിറ്റേഷൻ ബോക്സ്. അത് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരികയാണ്. ആദ്യം തന്നെ അതിൻ്റെ 4 സൈഡിലായിട്ട് ഫോട്ടോസ് ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയ ചെറിയ ബോക്സസ് പോലെയാണ് ഫോട്ടോസ് ഇങ്ങനെ സീക്രട്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ അത് പണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിന് മുമ്പ് ഉണ്ടാക്കിയ സ്ക്രാപ്പ് ബുക്കിൻ്റെ അതേ മോഡലാണ്. ആ കാണുന്ന കാർഡുകൾ, സ്ക്രാപ്പ് ബുക്കിൻ്റെ കാർഡ്സാണ് ഇവിടെയും വെച്ചിട്ടുള്ളത്. 4 സൈഡിലായിട്ട് ഫോട്ടോസ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു കാർഡ്സുകളാണ്. സിമ്പിളാണ്, കണ്ടാൽ തന്നെ അറിയാം. വളരെ സിമ്പിൾ കാർഡ്സാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സെൻട്രലായിട്ട് ഞാൻ ഒരു സ്റ്റാർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വേണമെങ്കിൽ അവിടെ നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് വലിയ ഒരു ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ചാർട്ടാണ്. ഈസി ആയിട്ട് എവിടെയും കിട്ടുന്നതാണ് ഒരു ബ്ലാക്ക് ചാർട്ട്. ഒരു 6 റുപ്പീസൊക്കെ ഉണ്ടാവുന്നുള്ളൂ ഒരു ചാർട്ട്. ഇതിന് ഞാനൊരു 2 സൈഡിലും ഞാൻ ഒരു 36 അളവിൽ, നീളവും വീതിയും 36 അളവിലാണ് ഞാൻ ഒരു ബ്ലാക്ക് ചാർട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ 3 ആക്കി മടക്കുകയാണ്. അപ്പോൾ 36നെ ഞാൻ ആദ്യം തന്നെ ഒരു 12 സെൻറ്റിമീറ്ററിൽ 3 ഭാഗിച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് വിലങ്ങനെയും അതുപോലെ തന്നെ ക്രോസ് ആയിട്ടും ഞാനത് മടക്കിയിട്ടുണ്ട്. ക്രോസ് ആക്കിയിട്ട് ഞാൻ മടക്കുകയാണ്. ഇതായി മടക്കിയെടുത്തിട്ടുള്ള അതിൻ്റെ കോർണർ സൈഡേഴ്സിൽ ഞാൻ ഒരു ലവിൻ്റെ സൈൻ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല കോണിലൊക്കെ, അതായത് കറക്റ്റ് നടുവിലായിട്ട് ഞാൻ മടക്കിയിട്ടാണ് പിന്നെയും കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് സൈഡുകൾ കട്ട് ചെയ്യുമ്പം അത് മടക്കാൻ പാകത്തിന് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ലവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കരുത്. ആ ഒരു മുകളിലത്തെ ഷേപ്പ് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കണക്ട് ചെയ്തിട്ട് വേണം മറ്റൊരു കള്ളി അല്ലെങ്കിൽ മറ്റൊരു പീസിനോട് കണക്ട് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഉള്ളിലേക്ക് മടക്കി കഴിഞ്ഞപ്പോൾ കറക്റ്റ് ഒരു ബോക്സിൻ്റെ അളവിൽ കിട്ടി. ഞാൻ ഒരു റെഡ് കളറിലൊരു ലവ് സൈൻ വെട്ടിയെടുത്തിട്ട് 4 വശത്തായിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട്, ഇനിയിപ്പോൾ ഇതൊരു കറക്റ്റ് ബോക്സായി. ഇനി ഈ ബോക്സിന് വേണ്ടിയിട്ട് നമ്മളൊരു കവറിങ് കൊടുക്കാനായിട്ട് ഒരു കുഞ്ഞ് ബോക്സും കൂടി സെറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എടുക്കുമ്പോൾ ഈ കാണുന്ന കുഞ്ഞു ബോക്സ് അതിൻ്റെ ഉള്ളിൽ പെട്ടുള്ളൂ. അപ്പോൾ അതിന് കവർ കൊടുക്കാനായിട്ട് പിന്നെയും അതേ സൈസിൽ തന്നെ വെട്ടിയെടുത്തു. 36 3 ആക്കിയിട്ട് 12 വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയ പീസ് ഇങ്ങനെ ഞാൻ നിർത്തിയിട്ടുണ്ട്. അതിങ്ങനെ മടക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു പശ വെച്ച് തേക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറിയൊരു പീസ് വിടുന്നത്. അതെല്ലാത്തിൽ നിന്നും അങ്ങനെ ഒരു പീസ് ഇടുമ്പോൾ അവിടെ നമുക്ക് പശ തേച്ച് കൊടുക്കുമ്പോൾ കറക്റ്റിൽ കിട്ടും. കറക്റ്റായിട്ട് മറ്റൊരു പീസും കൂടി കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 4 സൈഡും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. ഇപ്പോൾ ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ എല്ലാം ആ ബാക്കി വരുന്ന പീസ് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ പശ വെച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് അളവിൽ നമുക്കൊരു കുഞ്ഞൊരു ബോക്സ് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ബോക്സിനെ കവർ ചെയ്ത് വെക്കാനായിട്ട് ഈ ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി വരുന്ന കാർഡുകളൊക്കെ ഇതിൻ്റെ ഇപ്പം ഞാൻ എടുത്തത് 36 ആ ഒരു അളവിലാണ് എടുത്തത്. ഇനി ഇതിൻ്റെ ചെറിയ പോർഷൻസ് നമ്മൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിനേക്കാളും ചെറുത് ഞാൻ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് നേരത്തെ. അതിൻ്റെ ഉള്ളിൽ കാർഡ്സുകളും നേരത്തെ തന്നെ. ഇത് ഞാൻ കാർഡുകൾ ഇതിന് മുന്നത്തെ സ്ക്രാപ്പ് ബുക്കിൽ വെച്ചിട്ടുണ്ട്. ഈ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്ന ഇതിന് ചെറിയ സൈസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ സെറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.